നമസ്കാരം. ദ ഫുൾഫിൽമെൻറ്റ് ഓഫ് ദ കോപ്പറേറ്റീവ് എക്സാംസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന IT ആൻഡ് സൈബർ ലോയുടെ ഭാഗമായ ഹാർഡ്വെയർസിനെ കുറിച്ചാണ്. ഹാർഡ്വെയർ എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് മനസ്സിൽ ഓർക്കേണ്ടത്. ഒന്നെന്ന് പറയുന്നത് ഇൻപുട്ട്, ഔട്ട്പുട്ട്, അതിൻ്റെ ഡിവൈസസുകളും അതുകൂടാതെ മെമ്മറി യൂണിറ്റ്സും ഉണ്ട് എന്നുള്ളത് ഓർത്തിരിക്കാം. എന്താണ് ഹാർഡ്വെയറുകൾ എന്ന് പറയുന്നത്? കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ഈസ് ദ കളക്ഷൻ ഓഫ് ദ ഫിസിക്കൽ കമ്പോണൻസ് ഓഫ് എ കമ്പ്യൂട്ടർ സിസ്റ്റം. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ ഒരു ഫിസിക്കൽ കമ്പോണൻസിൻ്റെ ഒരു കളക്ഷനെയാണ് നമ്മൾ ഹാർഡ്വെയറുകൾ എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ സിസ്റ്റത്തിൻ്റെ മുമ്പിൽ പോയി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ സിസ്റ്റത്തിൽ മുമ്പിൽ തൊടാനും കാണാനും കേൾക്കാനും ഒക്കെ പറ്റുന്ന എന്തെല്ലാം ഉണ്ടോ അതെല്ലാമാണ് ഹാർഡ്വെയറുകൾ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഉദാഹരണം നമ്മൾ എപ്പോഴും കാണുന്ന കീബോർഡ്, മൗസ്, പ്രിൻ്റർ, അതുപോലെ തന്നെ ഡെസ്ക്ടോപ്പ്, മോണിറ്റർ, ഇതെല്ലാം തന്നെ നമുക്ക് എന്താണ് തൊടാനും അതിനകത്ത് അനുഭവിച്ചറിയാനൊക്കെ പറ്റുന്നില്ലേ? അങ്ങനെയുള്ളതിനെ എന്തെന്ന് പറയും നമ്മൾ? ഹാർഡ്വെയർ എന്ന്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ്? എനി കമ്പ്യൂട്ടർ കമ്പോണൻസ് ദാറ്റ് ക്യാൻ ബി സീൻ, ടച്ച്, വിച്ച് ഹാസ് ബി കളർ, സൈസ് ആൻഡ് ഷേപ്പ് ഈസ് കോൾഡ് ഹാർഡ്വെയർ എന്ന് പറയും. ഹാർഡ്വെയർ എന്ന് പറയുമ്പോഴത്തേക്കും ഉദാഹരണങ്ങളാണ് ഇത് മോണിറ്റർ, കീബോർഡ്, CPU ഒക്കെ ആണല്ലോ. അപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ബേസിക് കമ്പോണൻസ് കമ്പ്യൂട്ടറിന് ഉണ്ട് പ്രധാനമായിട്ട്. അതായത് ഇൻപുട്ട് യൂണിറ്റ്സ് എന്ന് പറയുന്നത് ഡേറ്റയാണ്. അതായത് ഡേറ്റ ഞാനിപ്പോൾ 1, 2, 3 നമ്പർ അടിച്ചു കമ്പ്യൂട്ടർ സിസ്റ്റത്തിന് കൊടുക്കുന്നു. അപ്പോൾ കമ്പ്യൂട്ടറിന് കറക്റ്റായിട്ടുള്ള ഇൻഫോർമേഷനിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ എവിടം വരെ എത്തണം? ഇൻഫോർമേഷനിലേക്ക്, അതായത് ഔട്ട്പുട്ടിലേക്ക് എത്തണം. ആദ്യം നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നു. ഡേറ്റയ്ക്ക് ഒരു ഡേറ്റയായിട്ടോ പ്രോഗ്രാമായിട്ടോ നമ്മൾ സിസ്റ്റത്തിലേക്ക് എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് ഡേറ്റ ഇൻസ്ട്രക്ഷൻസുകളൊക്കെ എന്ത് ചെയ്തും സ്റ്റോർ ചെയ്ത് വെക്കും CPU-ൽ അല്ലേ. സ്റ്റോറേജ് യൂണിറ്റുകൾ എവിടെയൊക്കെയാണ്? CPU-ൽ, സെക്കൻഡറി മെമ്മറിയിലും പ്രൈമറി മെമ്മറികളിലായിട്ടുള്ള. പ്രൈമറി മെമ്മറി എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും? റാം, റോം, ഇതിനകത്തൊക്കെ ശേഖരിച്ച് വെക്കും. പിന്നെ സെക്കൻഡറി മെമ്മറി നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പെൻ ഡ്രൈവറുകൾ, USB, അങ്ങനെയുള്ള എല്ലാ സെക്കൻഡറി മെമ്മറീസുകൾ, ഫ്ലാഷ് മെമ്മറീസ്, DVD, അങ്ങനെയുള്ള സെക്കൻഡറി മെമ്മറികളിലൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഈ സ്റ്റോർ ചെയ്ത് അവിടെ ഇരുന്നാൽ മാത്രം മതിയോ? പറ്റത്തില്ല. അപ്പോൾ ഇതെല്ലാം കൺട്രോൾ ചെയ്ത് കോർഡിനേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? ഔട്ട്പുട്ട് യൂണിറ്റ്സ് ആയിട്ട് നമ്മൾ ഈ കൊടുത്ത നമ്പറിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടും അല്ലേ. അതാണ് നമ്മുടെ ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. ആ ഒരു റിസൾട്ടിന് വരെ എത്തുന്നതാണ് എന്ന് പറയുന്നത് ഒരു ബേസിക് ഓർഗനൈസേഷൻ ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ കൊടുത്ത ഡേറ്റകൾ എന്തോരം പ്രോസസ്സിംഗ് ആണ് അവിടെ ഒരു സിസ്റ്റത്തിൽ നടക്കുന്നല്ലേ. ഹാർഡ്വെയർ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുകയാണോ ചെയ്യുന്നത്? ഹാർഡ്വെയറിന് ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കണം. അതാണ് ഉള്ളിലോട്ട് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്താണ് സെക്കൻഡറി മെമ്മറി? അഥവാ സെക്കൻഡറി മെമ്മറി എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും പ്രൈമറി മെമ്മറി ഉണ്ട്, അതുപോലെ തന്നെ സെക്കൻഡറി മെമ്മറീസിനകത്ത് ഉൾപ്പെടുന്ന ഭാഗങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ പ്രൈമറി മെമ്മറീസ് എന്ന് പറയുമ്പോഴത്തേക്കും ഫാസ്റ്റ് മെമ്മറിയാണ്. അതായത് ഡേറ്റകൾ പെട്ടെന്ന് തന്നെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഒരു പ്രോസസ്സ് ചെയ്യുന്ന ടൈമിൽ എത്ര പെട്ടെന്ന് വേണമെങ്കിലും നമുക്ക് ഡേറ്റ അക്യൂർ ചെയ്യാൻ പറ്റുന്ന ഇതാണ് മെമ്മറി യൂണിറ്റ്സ് ആണ് ഇതെന്ന് പറയുന്നത്. നമ്മുടെ ഈ പ്രൈമറി മെമ്മറി എന്ന് പറയുന്നത്. ഈ പ്രൈമറി മെമ്മറി, ഫ്ലാഷ്, സെക്കൻഡറി മെമ്മറികളായിട്ടുള്ള ഇങ്ങനെയൊക്കെയുള്ള പെൻ ഡ്രൈവറൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെയുള്ളവയോടെല്ലാം സെക്കൻഡറി മെമ്മറീസ് എന്ന് പറയുന്നത്. ഈ സെക്കൻഡറി മെമ്മറീസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് വളരെയധികം ഫാസ്റ്റ് കൂടുതലാണ് എന്നുള്ളത് മനസ്സിലാക്കാം. ഇതൊരു വോളറ്റൈൽ മെമ്മറിയാണ്. കാരണം നമ്മളൊരു കമ്പ്യൂട്ടറിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുക, നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങ് കറണ്ട് ഓഫായി പോകുമ്പോൾ ആ ഡേറ്റ മുഴുവനായിട്ട് ലോസ് സംഭവിക്കും. ഒരു പക്ഷേ ലോസ് സംഭവിക്കാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? Ctrl+S ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് Ctrl+S ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ ആ ഡേറ്റ അവിടെ കാണും. പക്ഷേ ഈ ഒരു പ്രൈമറി മെമ്മറീസുകളിൽ ഉൾപ്പെടുന്ന കാര്യത്തിൽ അത് ഉണ്ടാവത്തില്ല. അതായത് ആ ഡേറ്റ ലോസ് സംഭവിക്കും എന്നുള്ളത് ഓർത്തിരുന്നാൽ മതി. ഓക്കെ. കമ്പ്യൂട്ടർ ഒരിക്കലും തന്നെത്താൻ എന്ത് ചെയ്യത്തില്ല? റൺ ചെയ്യത്തില്ല. അതിന് പ്രൈമറി മെമ്മറി ഇല്ലാതെ റൺ ചെയ്യത്തില്ല എന്നുള്ളത് ഓർത്തിരിക്കാം. അതുമാത്രമല്ല ഹൈ സ്പീഡാണ്. അതുപോലെ സ്റ്റോറേജ് വോൾട്ടൈൽ മെമ്മറി അപേക്ഷിച്ച് കുറഞ്ഞ സ്റ്റോറേജ് ആയിരിക്കും ഉള്ളത്. പ്രധാനമായിട്ടും പ്രൈമറി മെമ്മറിയെ രണ്ടായിട്ട് തരംതിരിക്കപ്പെടാം, റാം എന്നും റോം എന്നും. റാൻഡം അക്സസിങ് മെമ്മറിയാണ് റാം എന്ന് പറയുന്നത്. റോം എന്ന് പറയുന്നത് റീഡ് ഓൺലി മെമ്മറി എന്നാണ്. അതുപോലെ സെക്കൻഡറി മെമ്മറി എന്ന് പറയുന്നത് ഒരു അഡീഷണൽ ആയിട്ടുള്ളൊരു മെമ്മറിയാണെന്ന് ഓർത്തിരിക്കുക. അതായത് ലോങ് പീരീഡ് ഓഫ് ടൈമിന് വേണ്ടി ഡേറ്റകൾ എന്ത് ചെയ്ത് വെക്കും? അക്യൂർ ചെയ്ത് വെക്കുന്ന അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒന്നായ ഒരു മെമ്മറിയാണ് സെക്കൻഡറി മെമ്മറികൾ എന്ന് പറയുന്നത്. സെക്കൻഡറി മെമ്മറികൾ എന്ന് പറയുന്നത് പെർമനൻ്റ് ആയിട്ടുള്ളൊരു നേച്ചറാണ്. അതായത് നോൺ വോളറ്റൈൽ മെമ്മറിയാണ്. അതായത് നമ്മൾ പറഞ്ഞില്ലേ
നോൺ വോളിറ്ററി എന്താണ്, വോളിറ്റൽ മെമ്മറി എന്താണെന്ന് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. കാരണം PSC എപ്പോഴും സ്റ്റേറ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളിൽ പ്രധാനമായിട്ടും ചോദിക്കുന്ന ഭാഗങ്ങളിൽ ഒന്നാണ് റാം ഒരു വോളിറ്റൈലാണോ, എന്താണ് റോം എന്ന് പറയുന്നത് നോൺ വോളിറ്റൈലാണോ. അതായത് പെർമനൻ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നവയെല്ലാം നമ്മൾ നോൺ വോളിറ്ററി എന്ന് പറയും. അഥവാ പെർമനൻ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റാത്ത, പെട്ടെന്ന് ലോസായി പോകുന്ന ഡേറ്റകൾ ലോസായി പോകുക, അതായത് നമ്മൾ പറഞ്ഞില്ലേ കമ്പ്യൂട്ടർ സിസ്റ്റം ഓഫായി പോകുമ്പോൾ സംഭവിക്കുന്ന കാര്യം, അതിന് വോളിറ്ററി മെമ്മറിയാണ്. ഇത് വീണ്ടും വീണ്ടും പറയുന്നത് കൃത്യമായും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമായതുകൊണ്ടാണെന്നുള്ളത് ഓർത്തിരിക്കാം. ഇനി നമ്മൾ അടുത്തതായിട്ട്, അപ്പോൾ നമ്മൾ മെമ്മറി യൂണിറ്റ്സുകളെ കുറിച്ച് പഠിച്ചു. അതുകൂടാതെ നമ്മൾ എന്ത് പഠിക്കണം, പ്രോസസ്സിങ് യൂണിറ്റ്സുകളെ പറ്റി പഠിക്കണം. അതായത് CPU എന്ന് പറഞ്ഞാൽ എന്താണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ. അതില്ലെങ്കിൽ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുമോ, ഇല്ല. അപ്പോൾ ബ്രെയിനാണ്, കമ്പ്യൂട്ടറിൻ്റെ ബ്രെയിനാണെന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ സോഫ്റ്റ്വെയറുകൾ എന്ന് പറയുന്നത് അതിൻ്റെ മനസ്സുകളാണ്, അതായത് മൈൻഡ് ആണെന്നുള്ളത് ഓർത്തിരിക്കണം. ഓക്കെ. അതുപോലെ നെർവ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ കൺട്രോൾ യൂണിറ്റ്സുകളാണെന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ ഇൻപുട്ടുകളും അതിനുശേഷം ഇൻപുട്ട് യൂണിറ്റ്സ്, ഔട്ട്പുട്ട് യൂണിറ്റ്സ്, മെമ്മറി, കമ്പ്യൂട്ടർ റിസോഴ്സസ്, ഇതെല്ലാം തന്നെയാണ് കൺട്രോൾഡ് ഏരിയാസുകളാണ് ഇത് പ്രോസസ്സിങ് യൂണിറ്റിൻ്റേത്. അതുകൂടാതെ നമുക്കറിയാം പ്രോസസ്സിങ് യൂണിറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു നമ്പർ കൊടുക്കുന്നു, അവിടെ കാൽക്കുലേഷൻ നടക്കുന്നുണ്ട്. അവിടെ ഒരു സ്റ്റോറേജ് യൂണിറ്റിൽ അവിടെ കാൽക്കുലേഷൻസുകളും അരിത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസും എല്ലാം നടക്കുന്നുണ്ടാകും, കമ്പാരിസൺസും എല്ലാം തന്നെ ആ സിസ്റ്റത്തിനുള്ളിൽ നടക്കുന്നുണ്ട്. അതാണ് ഒരു സ്റ്റോറേജ് യൂണിറ്റ്സിൽ, അതായത് CPU-ൽ നടക്കുന്നത്. അങ്ങനെ ആ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലൂടെയാണ് നമുക്ക് ഈ ഔട്ട്പുട്ടിലേക്ക് ലഭിക്കുന്നത്. ആ രണ്ട് പാർട്ടുകൾ പ്രധാനമായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഒരു CPU-ൻ്റെ അകത്ത് എന്തൊക്കെ രണ്ട് ഭാഗങ്ങൾ പ്രധാനമായിട്ട് ഇരിപ്പുണ്ട്. അത് ഏതൊക്കെയാണ്, കൺട്രോൾ യൂണിറ്റ്സും ഉണ്ട്, അരിത്തമാറ്റിക്കൽ ലോജിക്കൽ യൂണിറ്റ്സ് ഉണ്ട്, ALU എന്ന് പറയും. അതെന്തൊക്കെയാണെന്നുള്ളത്, എന്താണ് കൺട്രോൾ യൂണിറ്റ്സ് എന്ന് നോക്കാം. അതായത് ഒരു യൂസർ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസുകൾ, ആ ഇൻസ്ട്രക്ഷൻ അവിടെ അങ്ങനെ മാത്രമാണോ, അവിടെ ആരെങ്കിലും കൺട്രോൾ ചെയ്യാനും കോർഡിനേറ്റ് ചെയ്യാനായിട്ട് വേണ്ടേ? അത് ചെയ്യുന്നത് ആരാണ്, നമ്മുടെ കൺട്രോൾ യൂണിറ്റ്സ് ആണ്. ഓക്കെ. അതായത് കമ്പ്യൂട്ടറിൻ്റെ നെർവ് സിസ്റ്റംസ് എന്നൊക്കെ അറിയപ്പെടുന്ന കൺട്രോൾ യൂണിറ്റ്സ്. ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കുന്ന അരിത്തമാറ്റിക്കൽ ലോജിക്കൽ യൂണിറ്റ്സ് എന്താണ്. അരിത്തമാറ്റിക്കൽ ലോജിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ കൺട്രോൾ ചെയ്യുന്നത് കോർഡിനേറ്റ് ചെയ്ത് CPU-ൽ ചെന്നിരുന്ന് കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു കൺട്രോൾ യൂണിറ്റ്സ്. പക്ഷെ അതിനുശേഷം ആ കാൽക്കുലേഷൻസ് ഒക്കെ നടത്തണമെങ്കിൽ ആര് വേണം, നമ്മുടെ അരിത്തമാറ്റിക്കൽ ലോജിക്കൽ യൂണിറ്റ്സ് വേണം. അതൊരു മെയിൻ പ്രോസസ്സിങ് ഏരിയയാണ് CPU-ൻ്റേത്. അപ്പോൾ ഈ രണ്ട് ഭാഗങ്ങളും കൂടി കോർഡിനേറ്റ് ചെയ്ത് സ്റ്റോറേജ് യൂണിറ്റ് അതിലൂടെ കിട്ടുന്നതാണ് നമ്മുടെ ഔട്ട്പുട്ട് അഥവാ റിസൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ. ഇത് കമ്പ്യൂട്ടറിൻ്റെ മെമ്മറീസുകളിനകത്ത് ഫോം ബിറ്റുകൾ, ഏറ്റവും സ്മാളസ്റ്റ് ഫോം ഓഫ് യൂണിറ്റ്സ് ആണ് എന്ന് പറയുന്നത് ബിറ്റ് എന്ന് പറയുന്നത്. അത് സിംഗിൾ എലമെൻ്റ് ആണെന്നുള്ളത് അത് ഓർത്തിരിക്കാം. അതുകൂടാതെ മെമ്മറി എന്ന് പറയുമ്പോൾ ഒരു കമ്പ്യൂട്ടറിനകത്ത് നമ്മൾ ചെയ്യുന്ന ഡേറ്റകളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന, നമ്മൾ യൂസർ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്ന ഒരു ഏരിയ, ആ പ്ലേസസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മെമ്മറി എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ സിസ്റ്റത്തിന് സ്റ്റോർ ചെയ്യാനായിട്ടൊരു സ്ഥലം വേണം, ആ സ്ഥലത്തിനെ നമ്മൾ എന്ത് പറയുന്നത്, മെമ്മറി എന്ന് പറയുന്നത്. അപ്പം ബിറ്റുകളുടെ ഫോമിൽ സ്റ്റോർ ചെയ്ത് വെക്കും ഡേറ്റകളൊക്കെ. അപ്പോൾ ബിറ്റ് എന്ന് പറയുന്നത് ഏറ്റവും സ്മാളസ്റ്റ് യൂണിറ്റ് ഓഫ് ദ സ്റ്റോറേജ് യൂണിറ്റ് ആണ്. ഓക്കെ. അതുപോലെ തന്നെ എന്താണ്, സ്റ്റോറേജ് കപ്പാസിറ്റി മെഷർ ചെയ്യുന്നത് ഏത് ടൈമിലാണ്, ബിറ്റിലാണ്. ഇതെപ്പോഴും PSC ചോദിക്കുന്ന ചോദ്യമാണ്. 4 ബിറ്റ് എന്ന് പറയുന്ന ഒരു നിബിളാണ്, 8 ബിറ്റ് എന്ന് പറയുന്ന ഒരു ബൈറ്റാണ്, 1024 ബൈറ്റ് എന്ന് പറയുന്ന ഒരു കിലോ ബൈറ്റാണ്, 1024 കിലോ ബൈറ്റ് എന്ന് പറയുന്ന ഒരു മെഗാ ബിറ്റാണ്. അതുപോലെ തന്നെ 1024 മെഗാ ബിറ്റ് എന്ന് പറയുന്ന ഒരു ജിഗാ ബിറ്റാണ്, 1024 ജിഗാ ബിറ്റ് എന്ന് പറയുന്ന ഒരു ടിറാ ബിറ്റാണ്. മെമ്മറി യൂണിറ്റ്സുകൾ എന്ന് പറയുന്നത് പ്രധാനമായി തരംതിരിക്കപ്പെടുന്നത് പ്രൈമറി മെമ്മറി, ക്യാഷ് മെമ്മറി ആൻഡ് സെക്കൻഡറി മെമ്മറി. പ്രൈമറി മെമ്മറി എന്ന് പറയുമ്പോൾ റാമും റോമും. എന്താണ് റാം എന്ന് പറയുന്നത്, റാഡം അസസിങ് മെമ്മറി, റീഡ് ഉള്ളി മെമ്മറിയാണ് റോം എന്ന് പറയുന്നത്. വോളിറ്റൽ നോൺ വോളിറ്റൽ ഏതൊക്കെയാണെന്ന് അറിയാമല്ലോ. അപ്പോൾ ക്യാഷ് മെമ്മറി ഉണ്ട്. അതുപോലെ സെക്കൻഡറി മെമ്മറിയായ ഹാർഡ് ഡിസ്ക്, ഫ്ലോപ്പി ഡിസ്ക്, ഒപ്റ്റിക്കൽ ഡിസ്ക്, പെൻ ഡ്രൈവറൊക്കെ അതിന് ഉദാഹരണമാണ്. ഓക്കെ. ഇനി അടുത്ത് എന്താണ് പ്രൈമറി മെമ്മറീസ് എന്ന് പറയുന്നത്, അതൊരു മെയിൻ മെമ്മറിയാണ്, ഇൻറ്റേർണൽ മെമ്മറി എന്നൊക്കെ അറിയപ്പെടുന്നു. ഇറ്റ് ഈസ് എ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം. കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ ഒരു ഇൻറ്റഗ്രൽ പാർട്ടാണ്. അതുപോലെ തന്നെ ലിമിറ്റഡ് കപ്പാസിറ്റി മാത്രമേ പ്രൈമറി മെമ്മറിയിലുണ്ട്, അതായത് ഡേറ്റകൾ ലോസായി പോകും. അതുകൊണ്ട് എന്താണ്, ഇത് വോളിറ്റൽ മെമ്മറിയാണ്, ഇതൊരു ഫാസ്റ്റസ്റ്റ് മെമ്മറിയാണ്. പ്രൈമറി മെമ്മറി ഇല്ലാതെ ഒരിക്കലും ഒരു കമ്പ്യൂട്ടർ റൺ ചെയ്യത്തില്ല. ഇതെല്ലാം ഓൾറെഡി ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ്. എന്താണ് റാം മെമ്മറി എന്ന് പറയുന്നത്? റാഡം അസസീവ് മെമ്മറി എന്ന് പറയുന്ന ഒരു ടെമ്പററി ആയിട്ടുള്ള സ്റ്റോറേജും പർപ്പസസിന് വേണ്ടിയാണ് റാം ഉപയോഗിക്കുന്നത്. റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാൻ മാത്രമേ പോസിബിൾ ആകത്തുള്ളൂ. അതുപോലെ ഇൻഫോർമേഷൻ സ്റ്റോർ ചെയ്യുന്നത് കമ്പ്യൂട്ടർ സ്വിച്ച് ഓഫ് ആകുമ്പോൾ ഓൾറെഡി അതിനകത്ത് ഡേറ്റ
ഡേറ്റ ലോസ് ആവാം. അതിനെയാണ് നമ്മൾ വോളറ്റൈൽ മെമ്മറി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിനെ വോളറ്റൈൽ മെമ്മറി എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറിൽ നമുക്ക് പെട്ടെന്ന് ഡേറ്റകൾ നമുക്ക് റീഡ് ചെയ്യാനും റൺ ചെയ്യാനും. അതുപോലെ തന്നെ റാമിനെ പ്രധാനമായി രണ്ടായി തരംതിരിക്കും. സ്റ്റാറ്റിസ്റ്റിക്കൽ റാം എന്ന് SRAM എന്ന് പറയും. അതുപോലെ DRAM എന്ന് പറയും, ഡൈനാമിക് റാം ഉണ്ട്. സ്റ്റാറ്റിസ്റ്റിക്കൽ റാം എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള റാമാണെന്ന് മനസ്സിലാക്കുക. അതായത് പവർ സപ്ലൈ ലോങ് ആയിട്ട് ഡേറ്റകൾ കണ്ടെയ്ൻ ചെയ്യാനും അതുപോലെ ഫാസ്റ്റും അതുപോലെ എക്സ്പെൻസീവുമായിട്ടുള്ളതാണ്. ഒരു പീരിയോഡിക്കലി റീഫ്രഷ് ചെയ്യേണ്ട ആവശ്യം സ്റ്റാറ്റിസ്റ്റിക്കൽ റാമിന് ഉണ്ടാവില്ല. അതുപോലെ ഡൈനാമിക് റാം എന്ന് പറയുന്നത് ടെക്നിക്കൽ ടേം ആയിട്ടുള്ള റാഡം SSD മെമ്മറിയുടെ ഒരു ഭാഗമാണ്. വളരെ ബ്രീഫ്ലി പീരീഡിൽ, അതായത് മില്യൺ സെക്കൻഡ്സിലായിരിക്കും ഇതിൻ്റെ പവർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് റീഫ്രഷ് കണ്ടൻറ്റ് ഇതിനകത്ത് ഉണ്ടായിരിക്കും. അതായത് ഷോർട്ട് ഇൻ്റർവെൽസോട് കൂടിയായിരിക്കും കണ്ടൻറ്റിൽ റീഡ് ചെയ്യാനും കണ്ടിന്യൂസിൽ റീഫ്രഷ് ചെയ്യേണ്ടതായിട്ടും ഉണ്ട്. അതുപോലെ DRAM എന്ന് പറയുന്നത് വളരെയധികം പവർഫുള്ളാണ് SRAMനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ക്യാഷ് മെമ്മറിയാണ്. ക്യാഷ് മെമ്മറി എന്ന് പറയുമ്പോഴത്തേക്കും മറ്റുള്ളതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സ്റ്റോറേജ് ഏരിയാസ് എന്ന് പറയുന്നത് വളരെയധികം കൂടുതലായിരിക്കും. പ്രൈമറി മെമ്മറിയിലും CPUവിൻ്റെയും ലോക്കലി നടുക്കായിട്ട് കാണപ്പെടുന്ന ഒരു സ്റ്റോറേജ് ഏരിയയാണ് ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത്. വളരെയധികം പ്രൈമറി മെമ്മറി അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ ഫാസ്റ്റർ ആയിട്ടുള്ളതാണ് ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത്. ഫ്രീക്വൻ്റ്ലി ഡേറ്റകളും ഇൻസ്ട്രക്ഷൻസൊക്കെ റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ആക്സസ് ചെയ്യാൻ ഈ CPUയിലൂടെ ആവശ്യമാവുന്ന രീതിയിൽ നമുക്ക് കിട്ടുന്ന ഒരു മെമ്മറിയാണ് ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത്. എന്ന് പറയുന്നത് റീഡ് ഒൺലി മെമ്മറി എന്ന് പറയുന്നത്, അതായത് റീഡ് ചെയ്യാൻ മാത്രം പറ്റുന്ന മെമ്മറിയാണെന്ന് പറയുന്നത് റീഡ് ഒൺലി മെമ്മറി. അതായത് നമ്മൾ കൊടുക്കുന്ന ഡേറ്റകൾ ഇൻസ്ട്രക്ഷൻസുകളൊക്കെ തന്നെ നമ്മൾ സിസ്റ്റം സോഫ്റ്റ്വെയർ വഴിയായാലും ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം വഴി ത്രൂ ഔട്ടൊക്കെ നമ്മൾ കൊടുക്കുന്ന ഡേറ്റകളുണ്ടല്ലോ, അതെല്ലാം തന്നെ റീഡ് ചെയ്യാനേ പറ്റത്തുള്ളൂ. പക്ഷേ ഒരിക്കലും റിട്ടേൺ ഫോമിലോട്ട് നമുക്ക് കിട്ടാത്ത മെമ്മറിയാണ് റോം എന്ന് പറയുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് ഇത് നമുക്ക് മാനുഫാക്ചർ ചെയ്യാൻ സമയത്താണ് ഏറ്റവും കൂടുതൽ റോം യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കമ്പ്യൂട്ടറിൻ്റെ സ്റ്റാർട്ടിംഗ് പീരീഡ് മുതൽ എൻഡിങ് വരെയുള്ള കാര്യങ്ങൾ നമുക്ക് റോമിൽ കാണാം. അതുകൊണ്ട് തന്നെ നോൺ വോളറ്റൈൽ മെമ്മറിയാണ്. ഇതൊരു ടെമ്പററി മെമ്മറി അല്ലതുള്ളൊരു പെർമനൻറ്റ് നേച്ചർ ഉണ്ടായതുകൊണ്ട് ഇതിനെ നോൺ വോളറ്റൈൽ മെമ്മറി എന്ന്. റോമിനെ പ്രധാനമായിട്ട് നമുക്ക് 4ആയി തരംതിരിക്കപ്പെടാം. പ്രീ റോം അഥവാ പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറി, ഈ റോം ഇറേസബിൾ പ്രോഗ്രാമർ റീഡ് ഒൺലി മെമ്മറി, ഇലക്ട്രിസിറ്റിക്കൽ ഇറേസബിൾ പ്രോഗ്രാമർ റീഡ് ഒൺലി മെമ്മറി അതായത് EEPROM, EAPROM ഇലക്ട്രിക്കലി ഓൾട്ടർനേറ്റബിൾ പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറി. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രീ റോം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറി എന്ന്, അതായത് നമ്മൾ കൊടുക്കുന്ന പെർമനൻ്റ്ലി മാറ്റങ്ങളൊന്നും വരുത്താതെ തന്നെ ഡേറ്റകൾ റീഡബിളായിട്ട് നമുക്ക് എത്തിക്കാൻ പറ്റുന്ന, അതായത് വീഡിയോ ഗെയിംസുകൾ, ഇലക്ട്രോണിക് ഡിക്ഷണറീസ് ഒക്കെ ഇല്ലേ. അത് മാത്രമല്ല ഇനി എന്താണ് EEPROM എന്നുണ്ടെങ്കിൽ ഇറേസബിൾ പ്രോഗ്രാമർ റീഡ് ഒൺലി മെമ്മറി എന്ന് പറയാൻ പറ്റുന്നത്, അതായത് അൾട്രാ വയലറ്റ് ലൈറ്റിൻ്റെ യൂസേജോടുകൂടി നമ്മൾ എറേസും ഡിസ്ട്രോയിഡൊക്കെ ഉണ്ടെങ്കിൽ ആ ഡേറ്റകൾ ചെയ്യാൻ പറ്റുന്ന മെമ്മറിയാണ് എന്താണ് EEPROM എന്ന് പറയുന്നത്. ഇലക്ട്രിസിറ്റിക്കൽ എറേബിൾ പ്രോഗ്രാമർ റീഡ് ഒൺലി മെമ്മറി എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെ ഉണ്ട്. ഇലക്ട്രിസിക്കൽ ചാർജ് ഉപയോഗിച്ചുകൊണ്ട് ഡേറ്റകളുടെ എറേസ് ചെയ്യാനും ഒക്കെയാണ് യൂസ് ചെയ്യുന്നതാണ് എന്ന് പറയുന്ന മെമ്മറി എന്ന് പറയുന്നത്. ഇലക്ട്രിസിറ്റി എറേസബിൾ പ്രോബിൾ റീഡ് ഒൺലി മെമ്മറി എന്ന് പറയുന്നത്. അടുത്തതാണ് ഇലക്ട്രിസിറ്റി ഓൾട്ടർനബിൾ പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറി എന്ന് പറയുന്നത്. ഒരു മാറ്റവും ഉണ്ടാകത്തില്ല, കണ്ടൻറ്റിന് ഒരു മാറ്റം ഇല്ലാതെ പ്രീ റോമിൽ ചെന്ന് ടൈപ്പ് ചെയ്ത് അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് പ്രോഗ്രാമാണ് എന്ത് പറയുന്നത് EEPROM എന്ന് പറയുന്നത്. ഇത് നോൺ വോളറ്റൈൽ സ്റ്റോറേജ് ഡിവൈസ് ആണെന്നുള്ളതും കൂടെ ഓർത്തിരിക്കുക. ഇനി അതിനുശേഷം ക്യാഷ് മെമ്മറി നമ്മൾ പഠിച്ചു. ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ പ്രധാന ഭാഗമായിട്ടുള്ള ഇൻപുട്ട് ഡിവൈസസുകളും ഔട്ട്പുട്ട് ഡിവൈസ്. കീബോർഡ് എല്ലാവർക്കും അറിയാം, കോമൺലി ഇൻപുട്ട് ഡിവൈസസ് ആണ്. അതുമാത്രം പ്രോപ്പറായിട്ടുള്ള ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻപുട്ട് ഡിവൈസാണ് കീബോർഡ് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ എന്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു അതിലൂടെയാണ് നമുക്ക് സ്റ്റോറേജ് ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് ലഭിക്കുന്നത് അല്ലേ. അപ്പം കീബോർഡ് എന്ന് പറയുമ്പോഴത്തേക്കും ടൈപ്പ് റൈറ്റിങ്ങിൻ്റെ ആൽഫബറ്റ് കീസുകളുണ്ട് അല്ലേ, കീബോർഡിനകത്ത് കണ്ടിട്ടുണ്ട് അല്ലേ. ന്യൂമറിക്കൽ കീസ് ഉണ്ട് 0 to 9 വരെ, ഫങ്ഷണൽ കീസ് F1 to F12 വരെ, കൺട്രോൾ കീസ് ഉണ്ട്, സ്പെസിഫിക് പർപ്പസ് കീ ഉണ്ട്. ഇതെല്ലാം ചേരുന്ന ഒരു നോർമൽ കീബോർഡാണ് 100 to 110 വരെ കീസുള്ള ഒരു കീബോർഡ് എന്ന് പറയുന്നത്. അതുമാത്രമല്ല മൗസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു കർസർ കൺട്രോളിങ് ഡിവൈസാണ്. ഇതൊരു പോയിൻറ്റ് ഡിവൈസസ് ആണെന്നുള്ളത് ഓർത്തിരിക്കാം. ഇത് എന്താണ് ട്രാക്ക് ബോൾ അതുപോലെ ഒപ്റ്റിക്കൽ ഡിവൈസുകൾക്കൊക്കെ പാം സൈസ്ഡ് ബോട്ട്സിലാണ് ഈ ഒരു മൗസ് കാണപ്പെടുന്നത്. 3 ബട്ടൺസോട് കൂടിയുടെ ലെഫ്റ്റ് ക്ലിക്ക് ഉണ്ട്, റൈറ്റ് ക്ലിക്ക് ഉണ്ട്, അതുപോലെ സ്ക്രോൾ ഉണ്ട്. ഈ 3 കാര്യങ്ങളും കൂടെ കൺട്രോൾ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മൗസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ പറയുന്ന മൗസ് എന്ന് പറയുന്ന ഇൻപുട്ട് ഡിവൈസ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താണ് ഒരു പൊസിഷനും ഒരു സ്ക്രീനിൽ നമ്മൾ ഡെസ്ക്ടോപ്പിന് മോണിറ്ററിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പൊസിഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസാണ് മൗസ് എന്ന് പറയുന്നത്. അതുപോലെ സ്കാനർ എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് ഡിവൈസാണ്. അതായത് കമ്പ്യൂട്ടറിലേക്ക് നമുക്കൊരു ഫോട്ടോ കോപ്പി വേണമെങ്കിൽ
നമ്മൾ കൊടുക്കുന്ന സിമിലർ പ്രിൻസിപ്പിൾസിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്. അപ്പം ആ ഒരു ഔട്ട്പുട്ടിനെയാണ് നമ്മൾ സ്കാനർ എന്ന് പറയുന്ന ഡിവൈസിലൂടെ ലഭിക്കുന്നത്. അതായത് നമ്മളൊരു പിക്ചർ വേണം, നമ്മളത് ആ ഡേറ്റ സ്കാനറിൽ വെച്ച് കൊടുത്തിട്ട് നമുക്ക് അത് കിട്ടുന്ന അതുപോലെ ഫോട്ടോ കോപ്പി കിട്ടാറില്ലേ, അതാണ് നമ്മുടെ സ്കാനർ എന്ന് പറയുന്ന ഡിവൈസിൻ്റെ പ്രവർത്തനം. ജോയിൻ സ്റ്റിക്ക് എന്ന് പറയുമ്പോൾ ഒരു പോയിൻ്റ് ഡിവൈസാണ്. അത് മൗസിൻ്റെ കൂട്ട് തന്നെയാണ്. അതായത് നമ്മൾ ഈ ഗെയിം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയൊക്കെ യൂസ് ചെയ്യുന്നൊരു ഡയറക്ഷൻസിനൊക്കെ വേണ്ടി നമ്മൾ ഉപയോഗിക്കാറില്ലേ, ആ ഒരു സ്റ്റിക്കാണ് ഇതെന്ന് പറയുന്നത് ജോയിൻ സ്റ്റിക്ക് എന്ന് പറയുന്നത്. മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നൈസേഷൻ റീഡ് MICR അതിൻ്റെ ഫുൾ ഫോം നോക്കി വെക്കുക. അതൊരു ബാങ്കിങ് സെക്ടേഴ്സിൻ്റെ ഫാസ്റ്ററായിട്ടുള്ള ചെക്കുകളുടെ ക്ലിയറൻസിന് വേണ്ടിയൊക്കെയാണ് ഉപയോഗിക്കുന്ന ഡിവൈസാണ് ഇതെന്ന് പറയുന്നത് MICR എന്ന് പറയുന്നത്. അടുത്തതാണ് ബാർകോഡ് റീഡർ. നമ്മൾ ഈ കടകളിലൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടില്ലേ, ബാർകോഡ് വെള്ളയും കറുപ്പും വരകളോടുകൂടിയുള്ള പിക്ചേഴ്സ് കണ്ടിട്ടില്ലേ, ആ ഒരു പിക്ചറിനകത്ത് സ്കാൻ ചെയ്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ കോഡ് കാണും ആ പ്രോഡക്റ്റിന് ഐഡൻറ്റിഫൈ ചെയ്തിട്ടാണ് അതിൻ്റെ വിലയും കാര്യങ്ങളും ഡീറ്റെയിൽസ് എല്ലാം സിസ്റ്റത്തിൽ വരും. എന്നിട്ട് അത് റീഡ് ചെയ്തിട്ടാണ് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നമുക്ക് ലൈബ്രറിയിലൊക്കെ തന്നെ ആ കോഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ വിലയും സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ ബാർ കോഡ് കണ്ടിട്ടില്ലേ, അത് തന്നെയാണ് എന്തെന്ന് പറയുന്നത് ബാർകോഡ് റീഡേഴ്സ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ കൂടുതൽ ബാർകോഡ് റീഡേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ എന്താണ് OMR, നമ്മുടെ എപ്പോഴും നമ്മൾ PSC എക്സാം എഴുതുന്നവർക്ക് അറിയാം OMR ഷീറ്റ് എന്ന് പറയാറില്ലേ, ആ സംഭവം തന്നെ അതൊരു ഇൻപുട്ട് ഡിവൈസസ് ആണ്. അത് ഹ്യൂമൻ മാർക്ക്ഡ് ഡേറ്റകളെ കമ്പ്യൂട്ടർ സിസ്റ്റം വഴി ത്രൂ ഔട്ട് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും, അതിൻ്റെ റിസൾട്ട് മനസ്സിലാക്കാൻ സഹായിക്കുന്നതാണ് ഒപ്റ്റിമൽ മാർക്ക് റീഡർ എന്ന് പറയുന്നത്. ട്രാക്ക് ബോൾ എന്ന് പറയുന്ന ഒരു ട്രാക്ക് ബോൾ എന്ന് പറയുന്നതൊരു പോയിൻ്റ് ഡിവൈസാണ്. മൗസിനെ പോലെ തന്നെ ട്രാക്ക് ബോൾ എന്ന് പറയുന്നതിന് കുറച്ച് സ്ഥലങ്ങളിൽ മാത്രം മൂവ് ചെയ്യാൻ വേണ്ടി, മുഴുവൻ ഡേറ്റകളും മൂവ് ആവത്തില്ല, കുറച്ച് ഭാഗങ്ങളിലേക്ക് മാത്രം ഉപയോഗിക്കുന്ന മൗസിൻ പോയിൻ്റ് ഡിവൈസാണ്. ഇൻസേർട്ടിങ് ഫിംഗർ ഓഫ് ബാൾ പോയിൻറ്റർ ക്യാൻ ബി മൂവ്ഡ്, അതിനൊക്കെ വേണ്ടി യൂസ് ചെയ്യും. മൈക്രോഫോൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, സൗണ്ടിനെ ഇലക്ട്രിക്കൽ സിഗ്നൽസിലായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഫോൺസുകളും സ്പീച്ച് റെക്കഗ്നൈസേഷൻ വോയിസ് ചാറ്റിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്നതാണ് മൈക്രോഫോൺസ് എന്ന്. ഇതെല്ലാം എന്താണ്, ഇൻപുട്ട് ഡിവൈസസുകളാണ്. ഓക്കെ, അടുത്ത ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ടുള്ള വെബ് ക്യാമറ, അതായത് വീഡിയോ ക്യാമറകളൊക്കെ ഇമേജ് കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് റിയൽ ടൈമിൽ ലഭിക്കാൻ വേണ്ടിയാണ് വെബ് ക്യാമറ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഔട്ട്പുട്ട് ഡിവൈസസുകളെ പറ്റിയാണ് പഠിക്കുന്നത്. മോണിറ്റർ, BDU എന്നും ഇതിനെ അറിയപ്പെടും. ബിഗ്ഗസ്റ്റ് ടൈപ്പ് ഓഫ് ഔട്ട്പുട്ട് ഡിവൈസ് ആണ് ഇതെന്ന് പറയുന്നത്. മോണിറ്റർ എന്ന് പറയുന്നത് TV സ്ക്രീൻ ആണല്ലോ മോണിറ്ററിന് എക്സാമ്പിൾ എന്ന് പറയുന്നത്. പിക്ചറൽ ഫോമിലായിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്, മോണിറ്റർ എന്ന് പറയുന്നത്, അതായത് വീഡിയോ എന്നും ഇതിനെ അറിയപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ പലതരത്തിലുണ്ട്, CRT മോണിറ്റർ ഉണ്ട്, LCD മോണിറ്റർ, അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നോക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് അത് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, പ്രിൻ്റർ എന്ന് പറയുന്നത് നമുക്ക് പ്രിൻ്റ് ചെയ്ത് കൊടുക്കുന്ന ഡോക്യുമെൻറ്റ് പേപ്പറിൽ നമ്മൾ എന്താണോ നമ്മുടെ കയ്യിലൊരു പേപ്പർ എഴുതി വെച്ചിട്ടുണ്ട്, ആ കാര്യങ്ങൾ നമ്മൾ അകത്തേക്ക് കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പ്രിൻറ്റഡ് ഫോമിലായിരിക്കും. അതിനെ നമ്മൾ പ്രിൻ്ററാണ് എന്ന് പറയുന്ന ഡിവൈസാണ് ഉപയോഗിക്കുന്നത്. അതായത് ടെസ്റ്റഡ് ആയിട്ടുള്ളതും ഗ്രാഫിക്കൽ ഔട്ട്പുട്ടുകളൊക്കെ സ്വീകരിക്കുക, അത് ഒരു ഇലക്ട്രോണിക്കൽ ഫോമിലേക്ക് പേപ്പർ വഴി ത്രൂ ഔട്ട് നമുക്ക് കൺവേർട്ട് ചെയ്ത് കിട്ടുവാണെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രിൻ്റർ എന്ന് പറയും. അതുപോലെ ഇമ്പാക്റ്റ് പ്രിൻ്ററുകളുണ്ട്, നോൺ ഇമ്പാക്റ്റ് പ്രിൻ്ററുകളും ഉണ്ട്. ഇമ്പാക്റ്റ് പ്രിൻ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെക്കാനിക്കൽ കോൺടാക്റ്റ്, അതായത് റിബണും ഒരു പേപ്പറിൻ്റെ പ്രിൻ്ററിൻ്റെ ഹെഡ് പേപ്പറുമായിട്ട് ടച്ച് ചെയ്യുകയാണെങ്കിൽ അതിന് ഇമ്പാക്റ്റ് പ്രിൻ്റർ എന്ന് പറയുന്നത്. അതിന് ഉദാഹരണം ഡ്രം പ്രിൻ്റർ, ചെയിൻ പ്രിൻ്റർ, ഡോട്ട് മെട്രിക്സ് പ്രിൻ്റർ, ഇതൊക്കെയാണ് ഉദാഹരണം. ഡോട്ട് മെട്രിക്സ് പ്രിൻ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് പലതരത്തിലുള്ള ഇമേജുകളുടെ പാറ്റേൺ ഓഫ് ഡോട്ടുകൾ അനുസരിച്ച് എന്ത് ചെയ്യും, ഡോട്ട് വെച്ച് ഇങ്ങനെ റിബണിൽ ടച്ച് ചെയ്ത് ഹെഡ് വന്ന് റിബണിൽ ടച്ച് ചെയ്ത് അത് പേപ്പറിൽ ടച്ചായിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, പ്രിൻറ്റഡ് ഫോമാണ് ഏതെന്ന് പറയുന്നത് ഡോട്ട് മെട്രിക്സ് പ്രിൻ്റർ എന്ന് പറയുന്നത്. അതാണ് ഇവിടെ പറഞ്ഞത്. ഡോട്ട് മെട്രിക്സ് ആർ എ പ്രിൻ്റ് ഹെഡ് ദാറ്റ് മൂവിങ് ഇൻ ദ ഹൊറിസോണ്ടൽ അക്രോസിങ് ദ പേപ്പർ, ദിസ് ഹാവിങ് എ മാട്രസ് ഓൺ പിൻ ഓൺ ദ പ്രിൻറ്റ് ഹെഡ് ഓഫ് ദ പ്രിൻ്റർ വിച്ച് ഈസ് ഫോം ഓഫ് ദ ക്യാരക്ടർ. അടുത്താണ് നോൺ പ്രിൻ്റ് ഇമ്പാക്റ്റ് പ്രിൻ്റർ എന്ന് പറയുന്നത്. അതൊരു മെക്കാനിക്കൽ കോൺടാക്റ്റ്, അതായത് പ്രിൻ്റർ ഹെഡും പേപ്പറും തമ്മിലുള്ളതിനെ ഉണ്ടാവത്തില്ലെങ്കിൽ, അത് ഡയറക്റ്റ്ലി മെക്കാനിക്കൽ കോൺടാക്റ്റ് ഉണ്ടാവില്ലെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയും, നോൺ ഇമ്പാക്റ്റ് പ്രിൻ്റർ എന്ന്. അതിൻ്റെ ഓപ്പോസിറ്റാണ്. ഓക്കെ, ഇങ്ക് ജെറ്റ് പ്രിൻ്റർ, ലേസർ പ്രിൻ്ററൊക്കെയാണ് ഇതിന് ഉദാഹരണം എന്ന് പറയുന്നത്. ഇങ്ക് ജെറ്റ് പ്രിൻ്റർ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ചെറിയ ഡ്രോപ്പ്
ഡ്രോപ്പ് ഓഫ് ഇങ്ക് ആ പേപ്പറിൽ സ്പ്രേ ഔട്ട് ചെയ്തിട്ട് ആ ഇമേജും ക്യാരക്ടേഴ്സുകളും ഒക്കെ തന്നെ പ്രിൻ്റ് ഔട്ട് ചെയ്ത് വരുന്നതിനെയാണ് അങ്ങനെയുള്ളതിന് ഇങ്ക് ജെറ്റ് പ്രിൻറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ ലേസർ പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏത് സമയത്ത് വേണമെങ്കിലും ഒരു പേജ് നമുക്ക് എടുക്കാൻ ഹൈ ക്വാളിറ്റിയോടുള്ള ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു ഇതാണെന്ന് പറയുന്നത് തിൻ ഇങ്ക് പാർട്ടിക്കിൾസ് ഉപയോഗിച്ചിട്ടുള്ളതാണ് ഇത് ലേസർ പ്രിൻ്റർ എന്ന് പറയുന്നത്. ഫാസ്റ്ററും വളരെ എക്സ്പെൻസീവുമാണ്. സ്പീക്കർ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, നമ്മുടെ ഔട്ട്പുട്ട് ഡിവൈസിൽ ഏറ്റവും കൂടുതൽ നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് എന്താണ്, സൗണ്ടായിട്ട് ജനറേറ്റ് ചെയ്യുന്നതാണ്. കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ സൗണ്ടായിട്ട് ജനറേറ്റ് ചെയ്യുന്നതിന് നമ്മൾ സ്പീക്കേഴ്സ് എന്ന് പറയും. അതുപോലെ തന്നെ പ്ലോട്ടർ എന്ന് പറയുമ്പോൾ വലിയ വലിയ സൈറ്റുകളിലൊക്കെ പ്ലാനുകളൊക്കെ വരയ്ക്കാൻ വേണ്ടി നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെൻറ്റേഷൻസൊക്കെ പ്ലോട്ടർ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഡിവൈസസിനെ ഔട്ട്പുട്ട് ഡിവൈസുകളെയാണ് നമ്മൾ പ്ലോട്ടർ എന്ന് പറയുന്നത്.